ഓണക്കാലം വന്നെത്തിയതോടെ വിപണികളും സജീവമാകുന്നു. ഓണത്തെ വരവേൽക്കാൻ സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ് മലയാളികൾ. ഇതിനിടയിലും വിലക്കയറ്റം ആഘോഷത്തിന് മങ്ങലേൽപ്പിക്കുമെന്ന ആശങ്ക ആളുകൾക്കുണ്ട്. അവശ്യ വസ്തുക്കളുടെ വില വരും ദിവസങ്ങളിൽ കൂടുതൽ ഉയരുമെന്നാണ് നിഗമനം. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഇപ്പോൾ സപ്ലൈകോയിൽ സാധനങ്ങളുണ്ട്, സബ്സിഡി ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരും ആശ്രയിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളെയും സപ്ലൈകോയും ഒന്നുമല്ല. സമയത്തിന് പ്രശ്നമുള്ള ആളുകളുണ്ട്, പെട്ടെന്ന് പോകേണ്ടതുണ്ട്, പാർക്കിംഗ് ഇഷ്യൂസ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പൊതുവിപണിയെ സംബന്ധിച്ചിടത്തോളം വില ഓണക്കാലത്ത് പിടിച്ചു നിർത്തുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണ് ഈ പച്ചക്കറി മാർക്കറ്റിൽ നിന്നൊക്കെയുള്ള ആളുകൾക്ക് പറയാനുള്ളത്? തീർച്ചയായും അത് ഓണം വന്നതോടെ തന്നെ ആളുകളൊക്കെ തന്നെ അവശ്യ വസ്തുക്കൾ അല്ലെങ്കിൽ സാധനം വാങ്ങാൻ വലിയ തിരക്കിട്ട് ഓടുന്ന സമയമാണ്. ഓണം ആഘോഷിക്കാൻ മലയാളിക്കാവില്ല. പക്ഷേ വിലക്കയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആളുകളെ വലിയ തോതിൽ ബാധിക്കും. എല്ലാവർക്കും ഇത്തരത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് പോയി സാധനങ്ങൾ വാങ്ങാൻ മാധു പറഞ്ഞതുപോലെ തന്നെ പറ്റില്ല. അപ്പോൾ കൂടുതൽ ആളുകളും മറ്റ് മാർക്കറ്റുകളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വരും. പക്ഷേ അവിടെ വിലക്കയറ്റം ഉണ്ടാകുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. നമ്മളിപ്പോഴുള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. ഇവിടെ നമ്മളിപ്പോൾ നിലവിലുള്ളത് ഈ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നിടത്താണ്. ഈ അവശ്യ വസ്തുക്കൾ, പ്രത്യേകിച്ച് പലചരക്ക് വസ്തുക്കളുടെ അരി അടക്കം വസ്തുക്കളുടെയൊക്കെ വില അല്ലെങ്കിൽ അവശ്യ വസ്തുക്കളുടെ വില വലിയ തോതിൽ കൂടുന്നുണ്ട്. പക്ഷേ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ഒക്കെ വില പക്ഷെ കുറഞ്ഞിട്ടുണ്ട്, വലിയ തോതിൽ കൂടിയിട്ടില്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കാരണം വലിയ തിരക്കുണ്ടാകുന്നില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ എറണാകുളം മാർക്കറ്റിൽ അല്ലെങ്കിൽ പഴവും പച്ചക്കറിയും ഒന്നും വാങ്ങാൻ വലിയ തിരക്കുണ്ടാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എങ്ങനെയുണ്ട്? തിരക്ക് തീരെ കുറവാണ്. എന്ത് പറ്റി ഇത്തവണ തിരക്ക് കുറയാൻ? എന്ത് പറ്റി? ഈ ഓൺലൈനൊക്കെ വന്നേക്കണോണ്ട് സാധനങ്ങൾ അങ്ങനെയാണ് ആൾക്കാർ മേടിക്കുന്നത് കൂടുതൽ. വിലക്കയറ്റം ഇവിടെ ഉണ്ടായിട്ടില്ല. വിലക്കയറ്റമില്ല. പിന്നെ സാധനങ്ങൾക്ക് എങ്ങനെയാണ് വിലയൊക്കെ എങ്ങനെയാണ്? പയറൊക്കെ ഞങ്ങൾ 1 കിലോ 30 നോക്കണം. പയർ ബീറ്റ്റൂട്ട് 40 രൂപ, വെണ്ടക്ക 30 രൂപ, തക്കാളി 1.5 കിലോ 50 രൂപ. ആളുകൾ വരാതിരുന്നാൽ ഇറക്കിയ സാധനങ്ങൾക്കൊക്കെ വലിയ നഷ്ടം ഉണ്ടാവില്ല. പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ ഈ പറഞ്ഞ പോലെ കുറേയൊക്കെ നമ്മൾ കളയും, ഇത് തീർന്നില്ലെങ്കിൽ. അല്ലാണ്ട് ഞാൻ പിറ്റത്തേക്ക് വെക്കാൻ പറ്റില്ലല്ലോ. ഈ ആളുകൾ വരാത്തതുകൊണ്ട് വില വീണ്ടും കുറച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതെ അതെ, ഒരു സന്ധ്യയായി കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും കൂടി വില കുറക്കും. കാരണം അത് തീർക്കണമല്ല, തീർത്താലേ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ, ഉണ്ടാവില്ല. മാധു, അതായത് ഈ ഓൺലൈൻ, അതായത് നിരവധി ഓൺലൈൻ പോർട്ടലുകൾ ഇത്തരത്തിൽ വീട്ടിൽ സാധനം എത്തിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡെലിവറി ചാർജ് കൂടി അധികം കൊടുത്താൽ മതി. അപ്പോൾ അത്തരം എറണാകുളം നഗരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നുകൂടിയാണ് ഇത്തരത്തിൽ ഓൺലൈനുകളിൽ ആളുകൾ സാധനം കൂടുതൽ വാങ്ങുന്നു എന്നത് അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഴം പച്ചക്കറി മാർക്കറ്റിൽ വലിയ തോതിൽ വില കുറവാണുള്ളതെന്നാണ് അവർ പറയുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അപേക്ഷിച്ച് വില ഒരുപാട് കുറച്ച് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എല്ലാ ഈ വസ്തുക്കൾക്കും. അപ്പോൾ വൈകുന്നേരമായാൽ പിന്നീട് വീണ്ടും വില കുറയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു കൂടി പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ ഈ വാങ്ങാനെത്തിയ ആളുകളോടുകൂടി, ചേച്ചി പച്ചക്കറി വാങ്ങുന്നതാണോ? എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട്? ഇച്ചിരി കൂടുതലാണ്. ഓണാഘോഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാവും വില കൂടി. ഈ പഴം പച്ചക്കറി അല്ലാതെ മറ്റേ അരി പോലുള്ള സാധനങ്ങളുടെയൊക്കെ വില കൂടുതലാണോ? അരി കൂടുതലാണ്, എല്ലാത്തിനും വില കൂടുതലാണ്. എല്ലാത്തിനും വില കൂടുതലാണ്. പക്ഷെ ഓണം ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ഈ വില കൂടുതലാണെന്നാണ് ചേച്ചി നമ്മളോട് പറഞ്ഞത്. മറ്റു സാധനങ്ങളിലേക്ക് പഴം പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടക്കാർ പറയുന്നത് അവർ വില കുറച്ചാണ് കൊടുക്കുന്നതെന്നാണ്. പക്ഷേ വാങ്ങാനെത്തിയ ആൾ പറയുന്നത് വില കൂടുതലാണെന്നാണ്. പക്ഷേ ഏതായാലും കൂടുതൽ ഈ മാർക്കറ്റിനകത്തേക്ക് പോകുമ്പോൾ അവിടെ മാർക്കറ്റിലും വലിയ തിരക്കൊന്നുമില്ല. പുറത്തെ പോലെ തന്നെയാണ് മാർക്കറ്റിന് അകത്തുള്ള അവസ്ഥയും അതുപോലെ തന്നെയാണ്. കാരണം ഇവർ പറഞ്ഞ പോലെ ഇനി ഓൺലൈൻ അടക്കമുള്ള, പിന്നെ ഓണം ഇനിയും ദിവസങ്ങളുണ്ട്, ഇനിയും 10 ദിവസത്തോളം ഉണ്ട്. അപ്പോൾ അവസാന ദിവസങ്ങൾ ഇത്തരത്തിൽ വലിയ തോതിൽ ഈ മാർക്കറ്റിലേക്കൊക്കെ ഇറങ്ങാമെന്ന് കരുതിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ തിരക്കുകളിലേക്ക് നഗരം പോകും. അപ്പോഴും ഈ ഓണം എത്തുന്നതോടെ വീണ്ടും വില കയറുമോ എന്നൊരു ആശങ്ക കൂടി ആളുകൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇനിയും ഒരുപാട് ദിവസമുണ്ട്. അപ്പോൾ ഇതിനിടയിൽ വീണ്ടും സാധനങ്ങളുടെ വിലകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി ആളുകൾക്കുണ്ടാകും. ഈ പഴം പച്ചക്കറി പോലുള്ള വസ്തുക്കൾ ഒരുപാട് നേരത്തെ വാങ്ങി വെക്കാനും ആവില്ല, കാരണം അത് ചീത്തയായി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഏതായാലും ഈ കച്ചവടക്കാർ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്, ഓൺലൈൻ അടക്കമുള്ളത് വന്നതുകൊണ്ട്. ഒപ്പം തന്നെ സാധാരണക്കാരും ആളുകളും വിലക്കയറ്റം മൂലം തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. മാധു, യെസ്, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയ പ്രേക്ഷകർ, ഒരു കാര്യം പറയട്ടെ. അപ്പോൾ നമ്മൾ 2018 മുതൽ ഇങ്ങോട്ട് പലതവണ പ്രളയങ്ങൾ കണ്ടിട്ടുണ്ട്, പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു ആവശ്യം വന്നാൽ നമുക്കൊക്കെ പല കാര്യങ്ങൾക്കും സംഭാവനയായോ അല്ലാതെയോ ഒക്കെ സഹായം നൽകുന്നത് നമ്മുടെ ഈ കച്ചവടക്കാരൊക്കെ തന്നെയാണ്. ഇനി പോട്ടെ, നമ്മുടെ നാട്ടിലൊരു ക്ലബ്ബ് വാർഷികം വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ നോട്ടീസ് അടിച്ചിട്ട് നേരെ ഈ പറയുന്ന ഓൺലൈൻ സൈറ്റുകളിലേക്കൊന്നും അല്ല പോവുക, നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരുടെ ഒക്കെ അടുത്തേക്കാണ്. അപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ അത് ബൾക്കായി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരെ കൂടി പ്രിഫർ ചെയ്യണം. അല്ലാതെ നമ്മൾ ഈ ഓൺലൈൻ ഷോപ്പിംഗ് കൊണ്ട് പോയാൽ, ശരിയാണ് നമ്മുടെ സമയം ഒരു വലിയ പ്രശ്നമാണ്, എന്നിരുന്നാൽ പോലും
അവർക്ക് കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാലേ, അല്ലെങ്കിൽ അവരുടെ കച്ചവടം നന്നായി പോയാൽ മാത്രമേ നമുക്ക് നാളെയും ഒരു ആവശ്യം വരുമ്പോൾ നമുക്കറിയാമല്ലേ, കടയൊക്കെ തുറന്ന് ഈ പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് കടയൊക്കെ തുറന്ന് വില പോലും നോക്കാതെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത എത്രയോ നല്ല മനുഷ്യരെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഇപ്പോഴും ഒരു പ്രളയ സമാനമായ സാഹചര്യം കഴിഞ്ഞു പോയതേ ഉള്ളൂ. റാന്നിയിലും ആറന്മുളയിലും ഒക്കെ മുഴുവൻ ഈ ഓണത്തിന് വേണ്ടി വാങ്ങി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ വ്യാപാരികളുണ്ട്. അവരൊക്കെ വീണ്ടും കച്ചവടത്തിലൊക്കെ സജീവമാകുന്ന സമയത്ത് അവരിൽ നിന്ന് പരമാവധി സാധനങ്ങളൊക്കെ വാങ്ങാൻ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു.